സ്നേഹിതരെ, ഏവർക്കും സ്വാഗതം. പിണങ്ങിയ PRO പുലിവാല് പിടിക്കുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വിശ്വാസ സമൂഹത്തിന്റെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ചില ചർച്ചാ വിഷയങ്ങളുണ്ട്. അത് തലശ്ശേരി അതിരൂപതയുടെ ചാൻസലറും PROയുമായ ഒരു പാതിരിക്കോലം, പിന്നെ ഏതോ ഒരു കാക്കശ്ശേരി മറ്റൊരു പാതിരി, ഇതുകൂടാതെ അവിടെ അമ്മച്ചി സംഘത്തിന്റെ ഒരു നേതാവായ ഒരു അമ്മച്ചി, ഇവരൊക്കെ പാമ്പ്ളാനി മാർ ഔസേപ്പ് മെത്രാപ്പോലിത്തയെ വെള്ളപൂശുവാനുള്ള ലക്ഷ്യത്തോടുകൂടി ചില വാറോലകളും ചില വായ്ത്താരികളും ഒക്കെ പ്രസിദ്ധീകരിക്കുകയും സംപ്രേഷണം ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതിനോട് പ്രതികരിച്ചുകൊണ്ട് അനേകം ആളുകളുടെ വിവിധങ്ങളായ അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നടക്കുകയുണ്ടായി. എനിക്കൊരല്പം തിരക്കുള്ള സമയമായിരുന്നതുകൊണ്ടും മറ്റു ചില കാര്യങ്ങളിൽ വ്യാപൃതരായിരുന്നതുകൊണ്ടും യഥാസമയം യഥാകാലം യഥായോഗ്യം ഒരു പ്രതികരണം നൽകാൻ എനിക്ക് പറ്റിയില്ല. മാർത്തോമാ നസ്രാണി സംഘത്തിന്റെ ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ആ സംഭവവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അവതരിപ്പിക്കാതിരിക്കാൻ നിർവാഹമില്ല എന്നുള്ളതുകൊണ്ടാണ് ഈ വൈകിയ വേളയിലെങ്കിലും ഇത്തരമൊരു ദൃശ്യാവിഷ്കാര ചിത്രീകരണത്തിന് ഞാൻ മുതിരുന്നത്. അവിടുത്തെ അമ്മ സംഘത്തിന്റെ നേതാവിന്റെ ഭാഷ്യം ശ്രവിച്ചാൽ സിറോ മലബാർ സഭയുടെ സിനഡിന്റെ ദൃക്സാക്ഷി വിവരണം നൽകേണ്ടതിലേക്ക് നിയോഗിക്കപ്പെട്ട നിരീക്ഷക പ്രതിനിധി ആയിരുന്നുവോ ആ സഹോദരി എന്ന് തോന്നുന്നു. പിന്നെ PROയെ സംബന്ധിച്ചിടത്തോളം നുണയുടെ മാലപ്പടക്കങ്ങൾ അനസ്യൂതം പൊട്ടിച്ചുകൊണ്ട് ദൈവജനത്തെ അവതാളത്തിലാക്കാൻ ശ്രമിക്കുന്ന ഒരു കുൽസിത പ്രവർത്തനത്തിന്റെ ലക്ഷണങ്ങൾ അവിടെ പ്രകടമാണ്. പിന്നെ ഏതോ ഒരു കാക്കശ്ശേരി, ഏതോ ഒരു അച്ഛൻ, ഇതൊന്നും അത്ര പ്രസിദ്ധരായ ആളുകളല്ലാത്തതുകൊണ്ടും ഇവരുടെയൊന്നും പേരുകൾ സൂക്ഷിക്കേണ്ടത് ഒരു അവശ്യ ഘടകമായി എനിക്ക് തോന്നാത്തതുകൊണ്ടും പേര് ഞാൻ ഓർക്കുന്നില്ല. ഇവരൊക്കെ പറഞ്ഞു വെച്ചത് പാമ്പ്ളാനി മെത്രാപ്പോലീത്ത എറണാകുളത്ത് സമവായ ശൈലി സ്വീകരിക്കുവാനുള്ള കാരണം അദ്ദേഹത്തെ സിനഡ് ഉത്തരവാദിത്തപ്പെടുത്തിയിട്ട് ആണ് എന്നാണ്. അവരോടൊക്കെയുള്ള ഒരു ചോദ്യം, അങ്ങനെയെങ്കിൽ അത്തരം തീരുമാനമെടുത്തതിന്റെ മിനിറ്റ്സ് ആ സൂനകദോസ് അധ്യക്ഷൻ ഒപ്പിട്ട് സൂക്ഷിക്കുന്നുണ്ടാവും. അതിന്റെ ഒരു സാക്ഷ്യപ്പെടുത്തിയ പകർപ്പോ, ഇതുമല്ലെങ്കിൽ സഭയുടെ തലവനും പിതാവുമായ തട്ടിൽ മാർ റഫായൽ മെത്രാപ്പോലിത്തായുടെ, വലിയ മെത്രാപ്പോലിത്തായുടെ ഒരു തീട്ടൂരം പ്രസിദ്ധീകരിക്കേണ്ടതായിരുന്നു. അത് സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ പ്രസ്താവനയെ മുഖവിലേക്ക് എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇനിയുമുള്ളത് പാമ്പ്ളാനി മെത്രാനെ ഇവിടെയുള്ള വിശ്വാസികൾ എന്ന് പറയപ്പെടുന്നവർ കഠിനമായി ഉപദ്രവിച്ചു, പീഡിപ്പിച്ചു എന്നൊക്കെയാണ്. ഞാനതാണ്ട് 10 മുതൽ 4:30 വരെ അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വളരെ ഉത്തരവാദിത്തപ്പെട്ട ചില കാര്യങ്ങൾ നിർവഹിക്കപ്പെടേണ്ടതിലേക്ക് അവിടെ ഉണ്ടായിരുന്ന സംഘാടകരുടെയും നേതൃത്വത്തിന്റെയും ഒക്കെ അനുവാദം വാങ്ങി ഞാൻ എന്റെ ഭവനത്തിലേക്ക് തിരിച്ചു പോകും. അതുവരെ ഇത്തരത്തിലുള്ള ഒരു കാര്യവും സംഭവിച്ചിട്ടില്ല. പിന്നെ ഞങ്ങളേവരും അദ്ദേഹത്തിന്റെ മുമ്പിൽ നിന്ന് മുഖത്ത് നോക്കി വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹത്തോട് ചോദ്യം ചെയ്യുകയുണ്ടായി. മാധ്യമങ്ങളുടെ മുമ്പിലും ഞങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതിന് കാരണം കഴിഞ്ഞ 3-3.5-4 വർഷക്കാലമായി ഞങ്ങൾ സ്വന്തം ഇടവകയിൽ ഒരു ബലിയർപ്പിക്കാൻ അവസരവും ഭാഗ്യവും ലഭിക്കാത്ത ആളുകളാണ്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പ്രതികരിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കാരണം ക്ഷമയുടെ നെല്ലിപ്പലക, പണ്ട് മോഹൻലാൽ പറഞ്ഞ പോലെ നെല്ലിക്കോട് ഭാസ്കരനല്ല, നെല്ലിപ്പലക കണ്ടവരാണ്. അതുകൊണ്ട് തന്നെ പ്രതികരിക്കാതിരിക്കാൻ നിർവാഹമില്ല. വീരശൂര പരാക്രമിയും സഭാ പണ്ഡിതനും വചനവ്യാഖ്യാതവുമൊക്കെയ സാക്ഷാൽ പാമ്പ്ളാനി ശാലോൺ ടെലിവിഷനിലൂടെ അനർഗള കണ്ടക്ഷോഭം നടത്തിയിരുന്ന ആളെന്നുള്ള നിലയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമായിരിക്കുമെന്ന പ്രത്യാശ ഞങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിലും
കരിയിൽ കരിഞ്ഞുപോയപ്പോൾ വീണ് കിട്ടിയ സൂര്യദോസ് കാര്യദർശി പദവി ദുരുപയോഗിക്കുന്ന ഒരു നിലപാടിലേക്ക് അദ്ദേഹം പോയതൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിലുള്ള വിശ്വാസം ഞങ്ങൾക്ക് വളരെ പരിമിതമാണ്. മാത്രമല്ല, വന്ന പാടെ അദ്ദേഹം പറഞ്ഞത് എറണാകുളത്തെ പുരോഹിതന്മാരൊക്കെ വളരെ നല്ലവരാണെന്നാണ്. അതായത് സഭാപിതാക്കന്മാരുടെ കോലം കത്തിക്കുക, അവരെ കാട്ടുകള്ളൻ, ഭൂമികൾ എന്ന് കർദിനാളിനെ ഒക്കെ ആക്ഷേപിക്കുക, അതുപോലെ തന്നെ എങ്ങനെ സഭയെ നശിപ്പിച്ച് കളയാൻ കഴിയുമോ അതെല്ലാം വേണ്ടി പ്രവർത്തിക്കുന്നവർ നല്ലവരാണ് എന്ന പ്രസ്താവന എടുത്തപ്പോൾ തന്നെ ഇദ്ദേഹത്തിന്റെ നയത്തിന്റെ ഗന്ധം പരന്നതാണ്. മാത്രവുമല്ല, എറണാകുളത്തുണ്ടായിരുന്നതും ഇപ്പോൾ ബാംഗ്ലൂർ ആയിരിക്കുന്നതുമായ വെറ്റില മെത്രാൻ ഇദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ട് അടുത്തയിടയ്ക്ക് സംഭാഷണങ്ങൾ നടത്താൻ തുടങ്ങിയപ്പോൾ സംശയങ്ങൾ യഥാർത്ഥത്തിൽ ദൂരീകരിക്കപ്പെടുകയും അത് ബലപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്. അഭിപ്രായത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. പാമ്പ്ലാനി മെത്രാപ്പോലിത്തായുടെ കഴിവുകൾ, പ്രാവീണ്യമൊക്കെ ഇങ്ങനെ അനവരതം പ്രഘോഷിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ വെറ്റില മെത്രാൻ. അപ്പോൾ തന്നെ ഈ കൂട്ടുകൃഷിയുടെ ഫലം എന്തായിരിക്കുമെന്നതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഈ പിണങ്ങിയ PRO ഇപ്പോൾ പുലിവാലി പിടിക്കേണ്ട ഒരവസ്ഥയിലേക്ക് പോവുകയാണ്. കാരണം പാമ്പ്ലാനി മെത്രാപ്പോലിത്ത സഞ്ചരിച്ചിരുന്ന വാഹനത്തിനകത്ത് ഉണ്ടായിരുന്ന ബാഗ് കവർന്നതിലെ പണമടിച്ചു മാറ്റി എന്നാണ് ആരോപണം. ഇത് ശരിക്കും അപകീർത്തികരമായ ഒരു പ്രസ്താവനയാണ്. ഒന്നുകിൽ അതിനുവേണ്ടി നിങ്ങൾ നീതിന്യായ വകുപ്പിനെ സമീപിക്കണം, അതല്ലേ മര്യാദ. ആർക്കെങ്കിലും ഒക്കെ എതിരെ കേസ് കൊടുക്കുക, അപ്പോൾ അതിനെതിരെ ഞങ്ങൾ പ്രതികരിക്കാം. അപ്പോൾ നിങ്ങളുടെ ആരോപണം ഒരുപക്ഷെ ശരിയാണോ എന്ന് ജനം സംശയിച്ചേക്കാം. അല്ലാത്ത പക്ഷം അപകീർത്തിപരമായ പ്രസ്താവന നടത്തിയതിന് എതിരെ ഞങ്ങൾ കേസ് കൊടുക്കാനുള്ള കാര്യം ആലോചിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. പണമടിച്ചു മാറ്റി എന്ന് പറഞ്ഞാൽ മോഷ്ടാക്കളാക്കി ഞങ്ങളെ ആക്ഷേപിക്കും. വിശ്വാസികൾ ആരും മോഷ്ടാക്കളല്ല. കാരണം അവർ അധ്വാനത്തിൽ നിന്നുണ്ടാകുന്ന സ്വന്തം പണം ഉപയോഗിച്ച് അവിടെ വരുന്നവരാണ് പാവപ്പെട്ട മനുഷ്യർ. എങ്ങനെയെങ്കിലും സഭയുടെ ഒരു ബലിയർപ്പണത്തിൽ പങ്കാളിയാവണം എന്ന ഉൾക്കടദാഹത്താണ്. അത് സാധിക്കുന്നില്ല എന്ന ദുഃഖം ഞങ്ങളെ വേട്ടയാടുന്നുണ്ട്. മറ്റൊന്ന്, കാറിന്റെ ടയറെ കുത്തിക്കീറിക്കളഞ്ഞു. എന്റെ PRO താങ്കളോടൊരു കാര്യം ചോദിച്ചോട്ടെ, കുത്തിക്കീറിയ കാറിന്റെ ടയർ മാറ്റാൻ കഴിയാതെ ഇദ്ദേഹം എങ്ങനെ അവിടെ വാഹനം എടുത്തുകൊണ്ട് പോകും? അതോ ഇദ്ദേഹത്തിന്റെ മാന്ത്രിക വിദ്യയല്ലോ? ഇതൊക്കെ കണ്ടുപിടിക്കാൻ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആസ്ഥാന മന്ദിരത്തിന്റെ വിവിധ കോണുകളിലായി CCTV ക്യാമറകളുണ്ടപ്പോൾ അവിടെ എന്ത് നടത്തിയാലും കണ്ടുപിടിക്കും. മാത്രവുമല്ല, അവിടെ നിറയെ പോലീസാ. പാമ്പ്ലാനി വരുമ്പോൾ തന്നെ ഭരണമുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഉത്തരവാദിത്തപ്പെട്ട ഒരാളെ കൊണ്ട് പോലീസിന്റെ സുരക്ഷിത സംവിധാനങ്ങളെല്ലാം ഏർപ്പാടാക്കിയിട്ട് തന്നെയാണ് ഇങ്ങോട്ട് വന്നതെന്ന് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന് രേഖകളൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. അതുകൊണ്ട് തന്നെ അവിടെ പോലീസുകാരുണ്ടായിരുന്നു. സ്ത്രീകൾ വന്നതുകൊണ്ട് വനിതാ പോലീസും ഉണ്ടായിരുന്നു. ഇവരുടെ ആരുടെയും കണ്ണിൽപ്പെടാതെ കണ്ണു വെട്ടിച്ച് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിയണമെങ്കിൽ ഞങ്ങൾ വല്ല അത്ഭുത പ്രവർത്തകരുമൊക്കെ ആയിരിക്കണം. മാത്രവുമല്ല, മോഷ്ടിക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്ന ബാഗ് പാമ്പ്ലാനിയുടെ മുറിയിൽ ഇരിപ്പുണ്ട്. ആ ബാഗ് എടുത്തുകൊണ്ട് അദ്ദേഹം തിരിച്ചു പോയത്. അപ്പോൾ പറയുന്നത് ബാഗിനകത്തെ പണം മാത്രമേ എടുത്തുള്ളൂ. ഇതെന്താണ് ഇങ്ങനെ? എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കുക. എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ച പറയാതിരിക്കാൻ നിർവാഹമില്ല. ഒന്നുകിൽ ഞങ്ങൾക്കെതിരെ അപമാനകരമായ തരത്തിൽ, അത് വിശ്വാസികൾക്കെതിരെ അപമാനകരമായ തരത്തിൽ ഇത്തരം പ്രസ്താവന നടത്തിയിട്ടുള്ള ആളുകൾ പരസ്യമായി മാപ്പ് പറഞ്ഞ് പിൻവലിക്കുന്നില്ല എങ്കിൽ ഞങ്ങളെ നിയമ നടപടിയിലേക്ക് പ്രവേശിക്കാൻ അത് പ്രേരിപ്പിക്കും എന്ന യാഥാർത്ഥ്യം സ്നേഹബുദ്ധി അറിയിച്ചുകൊണ്ട് വിരമിക്കുന്നു. നന്ദി, നമസ്കാരം.